ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. എനിക്കറിയാം നിങ്ങൾ തമ്മിൽ കണ്ട് ഓടി വന്നതാണെന്ന്. നിങ്ങൾ ഒരു PSC ജോലിക്ക് വേണ്ടി ഒരുപാട് കാലമായില്ലേ ആഗ്രഹിക്കുന്നു, പഠിക്കുന്നു. അപ്പോൾ നമുക്ക് കുറേ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഒരു നിരാശയൊക്കെ തോന്നും. ഞാൻ ഇത്രയോ കാലമായി പഠിക്കുന്നു, എന്നിട്ട് എനിക്കൊന്ന് ഒരു ലിസ്റ്റിൽ, ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പോലും കയറാൻ പറ്റിയില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പഠിക്കുന്ന രീതി കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ലിസ്റ്റിൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതിലൊന്നും നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമേ ഇല്ല. അപ്പം നിങ്ങൾ ലിസ്റ്റിൽ കയറുന്നില്ല എങ്കിൽ നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും അതിൽ നിരാശപ്പെട്ട് ഇത് ഇവിടെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. അപ്പം നമുക്ക് ഏതൊരു പരീക്ഷയിലും ഈ ഒരു മുൻവർഷ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു 150 ദിവസവും 50 ചോദ്യങ്ങൾ വെച്ച് പഠിക്കുന്ന ഒരു സീരീസാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഈ ഒരു ജേണിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് അതൊരിക്കലും ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ദിവസവും 50 ചോദ്യങ്ങൾ വെച്ച് പഠിക്കാനും അത് നിങ്ങൾക്ക് വരുന്ന പരീക്ഷയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ POK എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് പഠിച്ചു, എത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഡിലേ ഒന്നുമില്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷക വംശകാവ്യത്തിന്റെ രചയിതാവ് ആര്? അതുലൻ. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷക വംശകാവ്യത്തിന്റെ രചയിതാവ് അതുലനാണ്. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതായിരുന്നു? കൊച്ചിയും തിരുവിതാംകൂറും. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതായിരുന്നു? കൊച്ചിയും തിരുവിതാംകൂറും. അപ്പം ചർച്ച വേണമെങ്കിൽ എന്ത് വേണം? ഒരാൾ നിന്നതിൽ നമുക്ക് ചർച്ച നടത്താൻ പറ്റില്ല. അപ്പം ചർച്ച ചെയ്യണമെങ്കിൽ 2 പേര് വേണം എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം കൊച്ചിയും തിരുവിതാംകൂറും ഉണ്ട് ചർച്ച് മിഷൻ സൊസൈറ്റിയിൽ നിന്ന് ഓർത്ത് വയ്ക്കുക. കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെടുന്നതാര്? VO ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്ന നേതാവ് ആര്? സൈമൺ ബൊളിവർ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്ന നേതാവാണ് സൈമൺ ബൊളിവർ. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ്? തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ്? തെർമോസ്ഫിയർ. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? വെള്ള. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് വെള്ള. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്ത്? ജമുന. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്ത്? ജമുന. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ്? ശൈത്യകാലവുമായി. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ്? ശൈത്യകാലവുമായി. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകും എന്ന് സ്വയം ചോദിക്കുക എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി മഹാത്മാഗാന്ധി. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC. ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം അക്ഷയ കേന്ദ്രം. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശമാണ് മൗലികാവകാശം. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശമാണ് മൗലികാവകാശം. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെ ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്
ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്നാണ്. ഓക്കെ, മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4A. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി 26 നവംബർ 1949. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി 26 നവംബർ 1949. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1770. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1770. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ബർണാഡ് ബറൂച്ച്. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ബർണാഡ് ബറൂച്ച് ആണ്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ലോകായുക്ത. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ലോകായുക്ത. ദേശീയ തലത്തിലാണെങ്കിലോ ലോക്പാൽ ആണ്. ദേശീയ തലത്തിൽ ലോക്പാൽ, സംസ്ഥാന തലത്തിൽ ലോകായുക്ത. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന മൗലികാവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന മൗലികാവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്ക പരിഹാരത്തിനായി ഉപഭോക്താവ് അടയ്ക്കേണ്ട ഫീസ് 400 രൂപയാണ്. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്ക പരിഹാരത്തിനായി ഉപഭോക്താവ് അടയ്ക്കേണ്ട ഫീസ് 400 രൂപ. അപ്പം ഇതിലെ ഏറ്റവും കുറഞ്ഞ ഫീസാണ് 400 രൂപ. 5 ലക്ഷം രൂപ വരെയുള്ള തർക്ക കേസുകളിൽ എന്തില്ല, ഇങ്ങനെ ഒരു ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല, ഒരു ഫീസും ഇല്ല. 5 ലക്ഷം രൂപ വരെ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യത്തെ ഏറ്റവും കുറഞ്ഞ ഫീസാണ് 400 രൂപ. 1952 കേന്ദ്ര ഗവൺമെന്റ് മൊത്തം ചെലവിന്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചത്? 7.92%. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം 1.3 to 1.4 kg. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം 1.3 to 1.4 kg. ഇത് കിലോഗ്രാമിലല്ലാതെ ഗ്രാമിലും തരാം, അപ്പൊ ശ്രദ്ധിച്ചിട്ട് എഴുതുക. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിൽ. ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം അനാൾജസിക്കുകൾ. ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം അനാൾജസിക്കുകൾ. ഓപ്ഷനിലെ ആന്റിപൈററ്റിക്സോ അന്റാസിഡ്സോ ഒക്കെ തരും. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതുക. ശരീരവേദന കുറയ്ക്കുന്നത് അനാൾജസിക്കുകളാണ്. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ബ്ലൂറേ DVD. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ബ്ലൂറേ DVD. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിംബ്. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിംബ്. സഫാരി എന്നത് ഒരു ബ്രൗസറാണ്. സഫാരി ഒരു ബ്രൗസറാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്ന പേരാണ് ബഗ്സ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് ബഗ്സ്. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഓണം. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഓണം. ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണം വയലിൻ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയിൽ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയിൽ.
ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി KM ബീനാമോൾ. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി KM ബീനാമോൾ. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ICICI. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ICICI ബാങ്ക്. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി സുഗതകുമാരി. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി സുഗതകുമാരി. 2020 വർഷത്തിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം സസ്യാരോഗ്യ വർഷം. 2020 വർഷത്തിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം സസ്യാരോഗ്യ വർഷം. പാതിര സൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഹമ്മർ ഫൈറ്റ്. പാതിര സൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഹമ്മർ ഫൈറ്റ്. CE 9-ാം നൂറ്റാണ്ടിൽ മാർസപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശം ഏത്? തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ CE 9-ാം നൂറ്റാണ്ടിൽ മാർസപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശമാണിത്. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശിയാരായിരുന്നു? ഹാർവി സ്ലോകം. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശിയാണ് ഹാർവി സ്ലോകം. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേര് അൽ ഹിലാൽ. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേര് അൽ ഹിലാൽ. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് കെരൻസ്കി. മെൻഷെവിക് പാർട്ടി നേതൃത്വം നൽകിയത് ആര്? കെരൻസ്കി ആണ്. നമുക്കറിയാം മെൻഷെവിക്കും ബോൾഷെവിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് കെരൻസ്കി ആണ്. മാർബിൾ ഏതുതരം ശിലക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില. മാർബിൾ ഏതുതരം ശിലക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില. ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ. GPS-ന് പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് IRNSS. GPS-ന് പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് IRNSS. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെന്റ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗി. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം ഗവേണൻസ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം ഗവേണൻസ് എന്നറിയപ്പെടുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇന്നത്തെ 50 ചോദ്യങ്ങളും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഇനി ഒരിക്കലും ഈ ഒരു ക്വസ്റ്റ്യൻ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാലും തെറ്റിക്കരുത്. നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. പിന്നെ കൂടുതൽ PYQs ചെയ്തുകൊണ്ടേ ഇരിക്കുക, അതുപോലെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നാളെയും ഇതേ സമയത്ത് 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയത്ത് ഇതേപോലെ തന്നെ 50 ചോദ്യം കൂടെ അപ്ലോഡ് ചെയ്യും. സോ അത് നിങ്ങൾക്ക് മറക്കാതെ കിട്ടണമെങ്കിൽ, നിങ്ങൾക്കൊരു വൈകിക്കാതെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഇതുപോലത്തെ സീരീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ ഫോളോ ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.